പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചുമ്മാ ഒരു വീഡിയോ അല്ല, ഇത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന മെത്തേഡൊന്നുമല്ല, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് നമ്മളത് ഉള്ളിയൊക്കെ വഴറ്റി, ഞാൻ ശകലം ഉള്ളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഈ അരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പൊലിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതായത് ലൂസായിട്ടിരിക്കാതെ ചാറ് ചെറിയൊരു ചെറിയൊരു കുറുകിയിരിക്കാൻ വേണ്ടിയാണ് അത് അരയ്ക്കുന്നത്. അപ്പം പിന്നെ അത് അരച്ച് അതിനകത്ത് ചേർക്കുകയാണ്. ഞായറാഴ്ചയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്, ഇന്നല്ല. അത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതാണ് ചെയ്യാൻ. എൻ്റെ മിക്സിയുടെ അടപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി, അതാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് പിടിക്കുന്നത്. അല്ലെങ്കിൽ തെറിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നിങ്ങൾ വിചാരിക്കും ഇവളെന്നെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് പിടിക്കുന്നതെന്ന്. അത് കണ്ടില്ലേ, എൻ്റെ ശകലം ഒരു ക്രാക്ക് പോലെ വന്നു. പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. അത് ഏത് വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ് മിക്സി. അങ്ങനെ അത് വഴറ്റി നമ്മൾ ഇറച്ചിക്കകത്തോട്ട് ഇട്ടു, അതൊന്ന് ഇളക്കി. ഇറച്ചി ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് കഴുകാനുള്ള പാടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇറച്ചി വെന്തു. പക്ഷേ ഇവിടെ നമുക്കിപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും വൈകിട്ട്, അതുകൊണ്ട് ശകലം ചാറ് ഓടെ വേണം ചിക്കൻ കറി ഇരിക്കാൻ. അതുകൊണ്ടാണ് ശകലം വെള്ളം തിളപ്പിച്ച് ഒഴിക്കണം ഇനി അതിനകത്ത്. നമ്മളിവിടെ നല്ല വൃത്തിയായിട്ട് നമ്മൾ 1-2 പ്രാവശ്യം കഴുകിയാൽ മതി വീട്ടിൽ വന്നാൽ. അതുപോലെ വൃത്തിയാക്കിയാണ് അവർ വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരുന്നത്. അങ്ങനെ അത് തിളച്ച് ഒന്ന് ചേരണം. കണ്ടില്ലേ, എൻ്റെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. അടുക്കളയെല്ലാം ഇപ്പം ഈ പണി ഒരു ചിക്കൻ കറിയാണെന്ന് പറഞ്ഞാലും എല്ലാം സാധനങ്ങളും എടുത്ത് അവിടെ ഇവിടെ എല്ലാം ചെയ്ത് അതിൽ കഴിയുമ്പോഴേ ഇറച്ചിക്കറിക്ക് ചാറ് കുറഞ്ഞു പോയി. അപ്പം വെള്ളം തിളപ്പിച്ച് ഒഴിക്കാമെന്ന് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ഇങ്ങനെയൊക്കെ പാചകം കഴിഞ്ഞ് കാണുമല്ലേ കൂട്ടുകാർ? പക്ഷേ എൻ്റെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ എല്ലാം കഴിഞ്ഞായിരുന്നു. എനിക്ക് ഓഫീസ് വരെ പോകേണ്ട ഒരു പണിയുണ്ടായിരുന്നു, എനിക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ഇപ്പം ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം വന്ന് കഴുകുന്നൊന്നും എന്തെടുക്കാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചേർത്ത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇനി ഇടാമെന്ന് വിചാരിച്ചു ഇട്ടതാണ്. ഞാൻ വിശേഷം എല്ലാവരും
സുഖമായിട്ടിരിക്കുന്നു. ചപ്പാത്തി ആയതുകൊണ്ട് ചാറ് നല്ലതായിട്ട് വേണം. അപ്പം ചാറില്ലെങ്കിൽ കൊള്ളത്തില്ലല്ലോ. കൊണ്ടുവന്നോട്ടെ. ചിക്കൻ കറി സൺഡേ ആകുമ്പോൾ ഒരു ചിക്കൻ കറി ഇല്ലെങ്കിൽ സൺഡേ പോലെ തോന്നത്തില്ല. എങ്ങനെയാണ് വിശേഷം? ഇത് അടുക്കളയാണിത്. ഇത് ചിക്കൻ കറി വെക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അടുക്കിപ്പറക്കുണ്ട്. ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ എന്നില്ല. പിന്നെ കൂടുതൽ വേറുണ്ട്. മതി ചിക്കൻ. എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ. ഇത് ഉള്ളി ആകെ കഴിഞ്ഞ് വെച്ചിരിക്കും. എനിക്ക് ഈ ഏലക്ക കഴിക്കുന്ന സ്വഭാവമാണ്. എനിക്കിഷ്ടമായി ഏലക്ക. നിങ്ങൾ വിചാരിക്കും എന്ത് ഈ ചവയ്ക്കുന്നതാണ്? ഏലക്കയാണ്. ചപ്പാത്തി ഉണ്ടാകും.
അർജുൻ ബാക്ക് ക്യാമറ ഇട്ടൊന്ന്. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ഇറച്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി മാറ്റ്, അതായത് ഇതൊക്കെ നമ്മൾ വെറുതെ ഈ പേപ്പറിലോ പ്ലേറ്റിലോ ഒക്കെ ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരുടെയും വീടുകളിൽ കാണും. എന്നാലും ഞാൻ വാങ്ങിച്ചത് ഞാൻ നേരത്തോട്ടേ ഉണ്ട്. എനിക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പൊടി ഇട്ടിട്ട്, ഇത് വല്ലപ്പോഴും എന്നും കഴുകേണ്ട കാര്യവുമില്ല. എത്ര നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും പൊടി ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പരത്തി ഇടുകയും ചെയ്യാം. ഞാൻ ഈ പേപ്പർ ഇട്ടേക്കുന്ന ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഇതിൻ്റെ അടിയിൽ ചിലപ്പം അഴുക്കൊക്കെ കാണും. അപ്പോൾ നമ്മൾ ടൈൽസിലേ തിരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തുടയ്ക്കണം. അതുകൊണ്ടാണ് പേപ്പർ ഇട്ടേക്കുന്നത്. നമുക്ക് പരത്തി ഇടാനായിട്ടും ഒരു സൗകര്യം ഉണ്ടല്ലോ, അതിനാണ് ഇട്ടേക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെയാണ് ചപ്പാത്തി കുഴച്ച്, ചിലപ്പോൾ നമുക്ക് അന്നേരം ഇപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് അന്നേരം പിന്നെ കുഴയ്ക്കാനൊക്കെ പാടാണെങ്കിൽ ഇങ്ങനെ ഇതുപോലൊരു വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് ഞാൻ ചപ്പാത്തി കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഒരു കേടുപാടും ഇല്ലാതെ നല്ലതായിട്ടിരിക്കും. പിന്നെ പക്ഷേ ഉണ്ടാക്കുന്നതിന് ഒരു കുറച്ച് മുമ്പ് എടുത്ത് വെളി വെക്കണം. ഈ മാറ്റ് നല്ല എല്ലാവരും ഒന്ന് നോക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപയോഗപ്രദമായ, വീട്ടമ്മമാർക്കൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. നിനക്ക് എത്ര ചപ്പാത്തി വേണം അർജുൻ? 5 ബസ് 5. ഡാഡുവിന് എത്ര വേണം? 3. 5 3 8. എനിക്ക് 3. എത്രയായി? 11. കരണ് 14. ഞാനിങ്ങനെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കണക്ക് വെച്ചുണ്ടാക്കിയിട്ട് പിന്നെ ഒരു 3-4 എണ്ണം കൂടുതലുണ്ടാക്കും. അപ്പം പിന്നെ വേസ്റ്റ് ആകത്തില്ല ചപ്പാത്തി. നല്ലൊരു പിറ്റേ ദിവസത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നാളെ പിള്ളേർക്ക് കോളേജിൽ, വലിയൊരു കോളേജിൽ പോകണം. കൊച്ചവന് സ്കൂളിൽ പോകണം. ഇവിടെ മഴയാണ്, നല്ല മഴയാണ് വെളിയിൽ. ഇപ്പം ഇവിടെയെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ ഹൈദരാബാദിലാണ്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹൈദരാബാദിലാണ് ഞങ്ങൾ 24 വർഷമായിട്ട് ഇവിടെ നാഗോലെന്ന് പറയും, അതായത് അൽക്കാപൂരി, ഡൽഹി എന്നൊക്കെ. ഞങ്ങളുടെ ഇവിടെ അടുത്തെല്ലാം ഈ മെട്രോ സ്റ്റേഷന് എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്, വോക്കബിൾ ഡിസ്റ്റൻസാണ്. ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി കഴിക്കാനും ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല ടേസ്റ്റ്. പക്ഷെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയാണ് മെനക്കെട്ട പണി ഇല്ലേ? ഇവിടെ പിന്നെ എല്ലാവർക്കും ചപ്പാത്തി മതി. ഒരുമാതിരി നല്ല ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആണോ അർജുൻ? നല്ല ചപ്പാത്തിയാണോ അമ്മ ഉണ്ടാക്കുന്നത്? താങ്ക് യു. നിനക്ക് അമ്മ ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുവാ? ചിക്കൻ കറിയാ? താങ്ക് യു. വേറെ ഒന്നും ഇഷ്ടമല്ല? വേറെ ഇവന് ചിക്കൻ കറി മതി.
അതുകൊണ്ടാണ് കേട്ടോ, വേറെ അവിയലോ സാമ്പാറോ ഒന്നും അവന് വേണ്ട. ചിക്കൻ കറി, മുട്ടക്കറി, മട്ടന്, മീൻ കറി ഇഷ്ടമല്ല, മീൻ വറുത്തത്. എൻ്റെ അടുക്കള മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ. ഞാൻ വീടിൻ്റെ വീഡിയോ ഇടാം, പക്ഷെ അത് സമയമില്ലാത്തതുകൊണ്ടാണ്. അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ചപ്പാത്തി ഇറച്ചിക്കറി സൂപ്പർ.